രണ്ടാമുണ്ട് എടുത്തിട്ട് വാ. രണ്ടാമുണ്ട്. എന്ന് സാറാമ്മയുടെ കേശവൻ നായർ. എന്ന് ഒറ്റമൂച്ചിന് എഴുതിയിട്ട് കേശവൻ നായർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിപ്പോയി. മധുരമന്ദഹാസത്തോടെ സാറാമ്മ അയാളുടെ പുറകിൽ നിൽക്കുന്നതായൊരു അനുഭൂതി. ചുമ്മാ ഒരു തോന്നലാണ്. എഴുത്തുദ്ദേശിച്ചതിലും നന്നായിരിക്കുന്നു. അയാളത് നാലായി മടക്കി പോക്കറ്റിലിട്ടു. അപ്പോൾ ഒരു ആലോചന. എഴുത്തു കൊടുത്താൽ സാറാമ്മ വായിച്ചു കളിയാക്കുമോ? ഹോ, എന്ത് രസമാ വായിക്കാൻ. മലയാളം സാറ് പറഞ്ഞത് എത്ര ശരിയാ. ലളിതമായ ആഖ്യാന രീതി, നർമ്മം തുളുമ്പുന്ന പദപ്രയോഗം. ബഷീറിന്റെ ഭാഷയൊന്ന് വേറെ തന്നെയാണ്. പാവം കേശവൻ നായർ. പ്രേമലേഖനം സാറാമ്മ വാങ്ങുമോ ആവോ? ഹലോ വന്നില്ലല്ലോ ഇതുവരെ. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. വടക്കോട്ടുള്ള ട്രെയിനും പോയി. ഇവിടെയാണല്ലോ വെക്കുന്നത്. എന്താണാവോ അവിടെ ഒരു മോഷണ ശ്രമം? ആ മാസിക എവിടെ? പോസ്റ്റൽ ശിപായി എവിടെ ഇടുന്നത് ഞാൻ കണ്ടതാണല്ലോ. ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരുന്ന് മുഷിഞ്ഞു. സാറാമ്മയ്ക്ക് തരാൻ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സാധനമോ? എന്തുവാ? ഹിന്ദുവായ മിസ്റ്റർ കേശവൻ നായർ ഈ സാറാമ്മയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ മഹാസാധനം. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരഭലവുമായ ഈ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് സാറാമ്മ എങ്ങനെ കാണുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരലോലമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. പ്രേമലേഖനം കൊള്ളാലോ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഇതാ സാറാമ്മ തരുന്ന മാസിക. എന്റെ കർത്താവേ, എനിക്ക് ഈ ജീവിതം മടുത്തു. എത്ര നാളാ ചിറ്റമ്മയുടെ ആട്ടും തുപ്പും കൊണ്ട് കഴിയുന്നത്? സാറാമ്മയുടെ അമ്മച്ചി അമ്മച്ചി 2 വർഷം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ആ BA എഴുതിയെടുത്തേനെ. അപ്പോഴല്ല അപ്പച്ചൻ 2ാം ഘട്ടം കെട്ടി ചിറ്റമ്മയെ കൊണ്ടുവന്നത്. അപ്പച്ചൻ ചിറ്റമ്മയെ വിവാഹം കഴിക്കും മുമ്പ് എങ്ങനെയായിരുന്നു സ്വഭാവം? ആരുടെ? ചിറ്റമ്മയുടെയോ? അല്ല, അപ്പച്ചന്റെ. അന്ന് അപ്പച്ചനൊരു അപ്പച്ചനായിരുന്നു. അറിയോ, ഇതിനകം 3 നിന്ന് കല്യാണാലോചന വന്നത് എനിക്ക്. ഒരു ചില്ലിക്കാശ് ശ്രീധനം തരില്ല എന്നാ ചിറ്റമ്മ പറയുന്നത്. ശ്രീധനം കൊടുക്കാതെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകോ? അതിനും ഒരാളുണ്ട്. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരാളുടെ കൂടെ പൊറുക്കാൻ മോഹണ്ടായിട്ടൊന്നല്ല. അങ്ങനെയെങ്കിൽ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി. എനിക്കൊരു ജോലി മേടിച്ചു തരുമോ എവിടെയെങ്കിലും? ശ്രമിക്കാം. ഓ, എവിടെയെങ്കിലും ഒഴിവുള്ളതായിട്ട് അറിയോ? ഒരിടത്ത് ഒരൊഴിവുണ്ട്. എവിടെയാ? കിട്ടുവോ? നാളെ പറയാം. ശരിക്കും പറയുവാണോ? നാളെ തന്നെ അന്വേഷിച്ച് പറയണേ. അതിന് നാളെ ഒന്നും ആവണ്ട, ഇപ്പൊ തന്നെ പറയാലോ. എന്റെ ഹൃദയത്തിൽ നിനക്കായൊരു വലിയ ഒഴിവുണ്ട്. ഇതിനാര് ശുപാർശയും കൈക്കൂലിയൊന്നും വേണ്ടല്ലോ. അയ്യോ, എന്റെ പ്രേമലേഖനം
പ്രിയപ്പെട്ട സാറാമേ, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ കാണുന്നു? ദുഷ്ട കഠിന ഹൃദയ, നോക്ക്, ഇതിൽ പ്രണയമുണ്ട്, വേദനയുണ്ട്, കവിതയുണ്ട്, മിസ്റ്റിസിസമുണ്ട്. എന്റെ ഹൃദയം മുഴുവനുമുണ്ട്. സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണെന്ന് പറയുന്നത് എത്ര ശരി. എല്ലാ സ്ത്രീകളും ബുദ്ധൂസുകളാവുന്നു. മിസ്റ്റർ കേശവൻ നായർ, ഒരു ചോദ്യം. ചോദിക്ക് സാറാമേ, ഒന്നല്ല 1000 ചോദ്യങ്ങൾ. ഭവാന് ഈ ഭവതിയോട് ശരിക്കും ഇഷ്ടമാണോ? ഇതെന്തൊരു ചോദ്യം, ഇഷ്ടമാണോ അത്? എന്നാൽ ഒരു ഉപചോദ്യം, എത്ര ഇഷ്ടം? ഇത്രയും അല്ല, ഇത്രയും അതുമല്ല, ഈ ഭൂമിയോളം, ഈ ആണ്ടകടഹത്തോളം, എന്നു മുതൽ? അനാദികാലം മുതൽ ഈ ലോകാവസാനം വരെ. അപ്പോൾ ഞാൻ അങ്ങയുടെ പ്രാണനാഥയാണല്ലേ? അതെ, എന്റെ ജീവന്റെ ജീവൻ. അപ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യുമോ? ചെയ്യുമോന്നോ? എന്ത് പറഞ്ഞാലും ചെയ്യും. എന്ത് വേണം? ഈ ഭൂലോകമെടുത്ത് അമ്മാനമാടണോ? കടൽ ചാടിച്ചടക്കണോ? ആരേലും കൊന്നിട്ട് വരണമോ? ഒന്ന് ചോദിച്ചു നോക്കണം. ആരെയും കൊല്ലുകയൊന്നും വേണ്ട, ഒരു ചെറിയ കാര്യം മതി. തലയും കുത്തി നിൽക്കാമോ? ശീർഷാസനമോ? ആ, ലോകത്ത് ഒരു കാമുകിയും ഒരു കാമുകനോടും ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യം. വയ്യങ്ങ വേണ്ട, കാമുകയ്ക്ക് വേണ്ടി സാമ്രാജ്യം വരെ ഉപേക്ഷിച്ചവരുടെ നാടാണിത്. ശീർഷാസനം എങ്കിൽ ശീർഷാസനം. സാറാമയ്ക്ക് വേണ്ടിയല്ലേ മറ്റെന്തെങ്കിലും ആസനം? മയൂരാസനം, കുക്കുടാസനം? ഇപ്പൊ ശീർഷാസനം മതി. സാറാമയ്ക്ക് വേണ്ടി ഇവിടെ മരിക്കാൻ വരെ തയ്യാറ്. എന്നിട്ടാണ് ഒരു ശീർഷാസനം. കേശവൻ നായരോടാ കളി. ശീർഷാസനം എങ്കിൽ ശീർഷാസനം. നീ കളിയാക്കണ്ട. സാറാമോ, എന്നെ പ്രേമിക്കുന്നുണ്ടല്ലോ അല്ലേ? പോയോ? അതെങ്ങനെ? തലയിൽ നിലാവെളിച്ചമല്ലേ, സ്ത്രീയല്ലേ, തലച്ചോറ് എവിടെ കാണാൻ? പിന്നെ 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 പ്രേമമുണ്ടോന്ന് മധുരസുന്ദരമായി നാളെ പറയാം. സാറാമ്മ പറഞ്ഞു, മധുരസുന്ദരമായി നാളെ പറയാം. അതിന്റെ പിറ്റേന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു, നാളെ പറയാം. പാവം കേശവൻ നായർ കരുതും പോലെ സാറാമ്മ ബുദ്ധൂസൊന്നുമല്ല. ഉള്ളിൽ പ്രേമം കാണാതിരിക്കുമോ? അഭിനയമായിരിക്കും. അശ്വതി, നീ എന്തു ചെയ്യാ അവിടെ?
കണ്ണിൽ കണ്ട പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങ് വാ പെണ്ണേ. ദാ വരുന്നു. ഈ അമ്മയുടെ ഒരു കാര്യം, ഇത് കണ്ണിൽ കണ്ട പുസ്തകമൊന്നുമല്ല, ബഷീറിന്റെ പ്രേമലേഖനമാ. ചെന്നേക്കാം, ഇല്ലെങ്കിൽ അടി ഉറപ്പാ. അപ്പോഴേ എന്റെ ജോലിക്കാരി എന്തായിന്ന് പറ, കിട്ടുമോ? സാറാമേ, ഒരിടത്തൊരു ഒഴിവുണ്ട്. എവിടെയാ? പക്ഷെ സാറാമ്മയ്ക്ക് ഇഷ്ടമല്ല. അയ്യോ, ഇഷ്ടാവും. എന്ത് ജോലി ആയാലും ഇഷ്ടാവും. എന്നാലും വേണ്ട. ശമ്പളം കുറവായത് കൊണ്ടാണോ? എന്ത് ശമ്പളമായാലും മതി. ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. സാറാമേ, അത് ഇല്ലെങ്കിൽ വേണ്ട. സാറാമ്മ നിരസിക്കും. ഇല്ല, എവിടെയാന്ന് പറയുന്നേ. സാറാമേ, ഞാൻ സാറാമ്മയെ ഗാഢമായി സ്നേഹിക്കുന്നത് പോലെ സാറാമ്മ എന്നെയും ഗാഢമായി സ്നേഹിക്കണം. അതാണ് ഞാൻ സാറാമ്മയ്ക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ആ മഹത്തായ ജോലി. എങ്ങനെയുണ്ട് ജോലി? സമ്മതം? ജോലി കൊള്ളാം. ശമ്പളം എത്ര തരും? ശമ്പളമോ? പ്രേമിക്കുന്നതിന് ശമ്പളം? പെൺബുദ്ധി. യുദ്ധത്തിനുള്ള പുറപ്പാടാണല്ലേ? ശരി, യുദ്ധമെങ്കിൽ യുദ്ധം. മുൻപോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ. ഇൻക്ലാബ് സിന്ദാബാദ്. ശമ്പളം എന്തു വേണം? ഭവാൻ തന്നെ നിശ്ചയിക്കൂ. ശമ്പളം ശമ്പളം 20 രൂപ. 20 രൂപയോ? അത് വളരെ കുറവല്ലേ? ഒരു ദമ്പടി കൂട്ടിത്തരാൻ പറ്റില്ല. ദിവസം 9 മണിക്കൂർ പണിയെടുത്ത് കിട്ടുന്നതിൽ നിന്നും സാറാമ്മയുടെ അപ്പച്ചന്റെ വാടക, ഹോട്ടൽ കാശ്, ഡോബിയുടെ പറ്റ്, എന്തിന് കണ്ടതിനും കടിയതിനും കൊടുത്തതിന് ശേഷം മിച്ചം കിട്ടുന്ന കടമില്ല, റോക്കം. സാറാമ്മയ്ക്ക് വല്ല വിഷമമുണ്ടോ? നടന്നും ഇരുന്നും കിടന്നും അങ്ങ് പ്രേമിച്ചാ പോരെ? ഭവാന് ദിവസം 9 മണിക്കൂർ പണിയെടുത്താൽ മതി. ബാക്കി 15 മണിക്കൂർ വിശ്രമമല്ലയോ? എന്റെ കാര്യം അതാണോ? ഞാൻ 24 മണിക്കൂറും കേശവൻ നായരെ കുറിച്ച് ഓർക്കണ്ടേ? കേശവൻ നായർ ഉണ്ണുമ്പോൾ ഉണ്ണാതിരിക്കണം, ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരിക്കണം, കരയുമ്പോൾ കൂടെ കരയണം, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കണം. 20 എങ്കിൽ 20. അപ്പോഴേ എന്റെ ജോലി ശാശ്വതമോ താൽക്കാലികമോ? സ്ഥിരം, ശാശ്വതം, അനന്തം. ജോലി അല്പം കഠിനം തന്നെയാണ്, എന്നാലും സമ്മതിച്ചിരിക്കുന്നു. ആദ്യ ശമ്പളം തന്നോളൂ. ശരി. കേശവൻ നായർ എന്ന യുവകോമളൻ സാറാമ്മ എന്ന സുന്ദരിക്കുട്ടിക്ക് കൊടുക്കുന്ന ആദ്യ ശമ്പളം. കള്ളനോട്ടൊന്നല്ലല്ലോ അല്ലേ? ഒന്നു നിന്നെ അയ്യടാ, നല്ല പൂതി. ഇത് കരാറിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു 4 അടി അകന്ന് നിന്ന് പറഞ്ഞാൽ മതി. പിന്നെ ശമ്പളം കൃത്യം 1-ാം തീയതി തന്നെ തന്നേക്കണം. പറഞ്ഞേക്കാം കൊശവൻ നായരെ.
അത്തരത്തിൽ 5 മാസം പോയി. 100 രൂപ സാറാമ്മയിലേക്ക് കൈമാറി. ആ പണം എന്ത് ചെയ്തെന്ന് അയാൾ തിരക്കിയില്ല. എന്നാൽ 3 മാസം കഴിഞ്ഞപ്പോൾ സാറാമ്മ പറഞ്ഞു അവൾക്ക് 1000 രൂപയുടെ ഒരു ഷോടതി കിട്ടി. കേശവൻ നായർ അവൾക്ക് ശമ്പള വകയായി കൊടുത്ത രൂപയുടെ ഒരു ഭാഗ്യമേ. അശ്വതി, നീ കഥയും വായിച്ചുകൊണ്ട് നടന്നോ. ഇന്ന് അച്ഛൻ വരുമ്പോൾ നല്ലത് കിട്ടും. ദാ വരുന്നു. നല്ല രസമുള്ള കഥ. ഈ അമ്മയുടെ ഒരു കാര്യം, ഞാൻ റിയാലിറ്റി ഷോയ്ക്ക് പോകണമെന്ന് അമ്മയും അച്ഛനും പറയുന്നത്. അതിന് എനിക്ക് താല്പര്യം വേണ്ടേ? നല്ലൊരു പുസ്തകം വായിച്ചു തീർക്കാനും സമ്മതിക്കില്ല. അപ്പോഴേ നമ്മൾ 2 ജാതിക്കാരല്ലേ? ഞാനൊരു സത്യക്രിസ്ത്യാനിയും താങ്കൾ ഒരു നായരും. വിവാഹം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ലേ? ഉണ്ടാകണമല്ലോ, അതല്ലേ ലോകനീതി. നമ്മുടെ മോനെ ഏത് മതക്കാരനായി വളർത്തും? നായരായാലോ? വേണ്ട. ക്രിസ്ത്യാനി വേണ്ടേ വേണ്ട. അപ്പോ നമ്മുടെ മോൻ ജാതിയും മതവുമില്ലാതെ വളരും, നിർമ്മതനായി, വിശ്വപൗരനായി. എന്റെ തങ്കകൂടത്തിന് എന്തു പേരിടും? ജാതി പറയുന്ന ഒരു പേരും നമ്മുടെ മോന് വേണ്ട. ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ജാതിരഹിത മതരഹിത ഒരു പുന്നാര പേര്. നമുക്കേ ഒരു ചൈന പേരിട്ടാലോ? ചൈന പേരോ? അതെങ്ങനെ ഇരിക്കും? ഡിങ്കി ഡിങ്കി ഹോയ്. എങ്ങനെ എങ്ങനെ? ഡിങ്കി ഡിങ്കി ഹോയ്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മോനെ ഡിങ്കി ഡിങ്കി ഹോയ്, ഡിങ്കി ഡിങ്കി ഹോയ്. ഇത് നമ്മുടെ മോന് ചേരത്തില്ല. നമുക്കേ ഒരു റഷ്യൻ പേരിട്ടാലോ? ഒരു ഇസ്കി കൂട്ടി വിളിച്ചാ മതി. ചൊപ്ലോസ്കി. ചപ്ലോസ്കി. മോനെ ചപ്ലോസ്കി, ചപ്ലോസ്കി. അയ്യയ്യയ്യയ്യേ, ഈ പേരൊന്നും നമ്മുടെ മോന് ചേരത്തില്ല. സാറാമേ, എത്രയോ മനോഹരമായ പേരുകൾ വേറെയുണ്ട്. ഉദാഹരണത്തിന് ആകാശം, പ്രഭാതം, മിസ്റ്റിസിസം, ചെമ്മീൻ കണ്ണൻ, ചെറുകഥ, ഗദ്യകവിത, സിംബോളിസം, അങ്ങനെ 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 അങ്ങനെ. നിക്കണേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഡാ ചെമ്മീൻ കണ്ണോ, ഡാ ചെറുകഥേ, ഡാ ഗദ്യകവിതേ. ഈ പേരൊന്നും നമ്മുടെ മോന് ചേരത്തില്ല. സാറാമേ, നമുക്ക് നറുക്കിട്ട് 2 പേരെടുക്കാം. ഇപ്പൊ 2 പേരാ ഒരു സ്റ്റൈൽ. മിഠായി. ആകാശം. മിഠായി ആകാശം. മോനെ മിഠായി ആകാശം, മിഠായി ആകാശം. തെറ്റി. ആകാശ് മിഠായി. ആകാശ് മിഠായി, നല്ല പേര്. മോനെ ആകാശ് മിഠായി. ഇത് മതി. മിസ്റ്റർ ആകാശ് മിഠായി, ശ്രീമാൻ ആകാശ് മിഠായി, സഖാവ് ആകാശ് മിഠായി. എന്റെ മോൻ കമ്മ്യൂണിസ്റ്റ് ആണോ? എടാ, ആകുന്നെങ്കിൽ ആകട്ട്, ഏത് ഡൂങ്കീസിലും പോയി ചേരട്ടെ, അവന്റെ ഇഷ്ടം പോലെ വളരട്ടെ. മോനെ ആകാശ് മിഠായി, ആകാശ് മിഠായി, ആകാശ് മിഠായിയുടെ അച്ചു. സാറാമ്മയോ? അവൾ കേശവൻ നായരെ സ്നേഹിക്കുന്നതിന്റെ ഒരു സൂചനയും കൊടുത്തിട്ടില്ല. ഒന്നിലും അവൾ പിടികൊടുക്കുന്നില്ല. സ്ത്രീയല്ലേ? ആ ഘട്ടത്തിലാണ് വേർപാടിന്റെ സമയം വന്നു ചേർന്നത്. കേശവൻ നായർക്ക് വിദേശത്ത് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ഉയർന്ന ശമ്പളം. എന്നാണ് പോകുന്നത്?
10 ദിവസത്തിനകം ചാർജ് ഏറ്റെടുക്കണമെന്നാണ്. നാളെ തന്നെ പോകണം. അപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പിന്നെ പോകാണ്ട്. അതനുസരിച്ച് ഇപ്പോഴുള്ള ജോലിയും രാജിവെച്ചു. ഞാൻ പറഞ്ഞാൽ പോകാതിരിക്കുമോ? പോകാതിരുന്നാൽ ആകെ കുഴപ്പമാകും. വാടക കൊടുക്കാൻ വിഷമിക്കും, ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെയാകും, ആകെ വഴിയാധാരമായി പോകും. സാറാമേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഈ പ്രേമത്തെ പറ്റിയാണോ? അത് കേട്ട് കേട്ട് മടുത്തു ഈ ചപ്പടാച്ചി പ്രേമം. എന്നാലും ചോദിച്ചോളൂ. ശമ്പളം വാങ്ങുന്നതല്ലേ, കേൾക്കാതെ പറ്റുമോ? സാറാമയും എൻ്റെ കൂടെ വരണം. വന്നിട്ട് എൻ്റെ ഭാര്യയായി ജീവിക്കണം. ആചന്ദ്രതാരം. നമ്മൾ രണ്ട് മതക്കാരല്ലേ? നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. ശ്രീധരൻ വേണ്ടേ? സാറാമ്മ ശ്രീധരമായി വന്നാൽ മാത്രം മതി. എന്താ, വരില്ല അല്ലേ? നാളെ 5 മണിക്കുള്ള ട്രെയിനിൽ ഞാൻ പോവും. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരബലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചില്ലറയായ ചില ചോദ്യങ്ങൾ. ചോദ്യം 1, അപ്പച്ചന് കൊടുക്കാനുള്ള വാടക കൊടുത്തു തീർത്തോ? കൊടുത്തു. ചോദ്യം 2, ഹോട്ടൽ കാശ് തീർത്തു. മൂന്നാമത്തെ ചോദ്യം, വഴിച്ചെലവിനുള്ള പണം കയ്യിലുണ്ട്. എവിടെ നിന്ന് കിട്ടി? എൻ്റെ റിസ്റ്റ് വാച്ചും സ്വർണ്ണമോതിരവും വിറ്റു. വളരെ നല്ലത്. അങ്ങനെ മിസ്റ്റർ കേശവൻ നായർ നാടുവിടാൻ തീരുമാനിച്ചു. എന്റെ എല്ലാവിധ സർവ്വവിധ മംഗളാശംസകളും. കരയുന്നത് എന്തിനെ? എന്നെ വെറുത്തോ? കരയരുത്. നാളെ എൻ്റെ കൂടെ വരണം. വന്നിട്ട് ഈ സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദം. വിനോദം ജീവിതത്തിന്റെ ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. എന്താ ഇത്? പ്രേമലേഖനമാണോ? അതെ, പ്രേമലേഖനം. പൊട്ടിക്കരുത്. സ്റ്റേഷനിൽ ചെന്നതിന് ശേഷമേ തുറന്നു നോക്കാവൂ എന്ന് സത്യം ചെയ്യണം. സത്യം പോരാ, ഭക്തിയും വിശ്വാസവുമുള്ള എന്തിനെങ്കിലും പിടിച്ച് സത്യം ചെയ്യണം. എനിക്ക് ഏറ്റവും വിശ്വാസവും ഭക്തിയുമുള്ള എൻ്റെ സാറാമ്മയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. സാറാമ്മ, വെളുപ്പിനെ 5 മണിക്ക് തന്നെ വിളിക്കണം. ഇപ്പോൾ സമാധാനമായി ഉറങ്ങിക്കൊള്ളൂ. ഇത് അപ്പച്ചന് കൊടുക്കാൻ വേണ്ടി എഴുതിയതാ.
തിടുക്കത്തിൽ പോന്നതിനാൽ മുറിയിൽ വെക്കാൻ മറന്നു. പ്രിയപ്പെട്ട അപ്പച്ചനും ചിറ്റമ്മയും അറിയുവാൻ സാറാമ്മ എഴുതുന്നതെന്നാൽ, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായ ഈ കാലഘട്ടത്തിൽ എനിക്ക് മാസം തോറും വളരെ വലിയ ശമ്പളത്തിൽ ജോലി കിട്ടിയിരിക്കുന്നതിനാൽ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. സ്ത്രീധനം കൂടാതെ ഈ മുഷിഞ്ഞ ഉടുതുണിയോടുകൂടി എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരാണിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോധരമായ ഒരു മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പച്ചൻ്റെയും ചിറ്റമ്മയുടെയും സാറാമ്മ. ഇത് സാറാമ്മയുടെ അപ്പച്ചനും ചീറ്റമ്മയും കൂടി വായിച്ചെറിയ. ഇന്നലെ ഞാൻ തന്ന കവറ്. ഓ, പ്രേമലേഖനം, ഞാനത് മറന്നുപോയി. ഇതുകൊണ്ടൊരു റിസ്റ്റ് വാച്ചും മോതിരവും വാങ്ങണം. ഇതെവിടുന്നാ? മിസ്റ്റർ കേശവൻ നായർ ഇതുവരെ തന്ന ശമ്പളമില്ലേ, അതും ഷോടതിയിട്ടേ കാശും. ഒന്ന് നിക്കണേ. വാലും കഷ്ണങ്ങളും നമുക്ക് ഇവിടെ തന്നെ കളയാം. എത്ര ലളിതമായിട്ടാണ് ബഷീർ ഇത് എഴുതിയിരിക്കുന്നത്. സമുദായ സൗഹാർദ്ദത്തിനോ സാൻമാർഗിക ചിന്തയ്ക്കോ ഒട്ടും കോട്ടം തട്ടാത്ത വിധത്തിൽ വിജയകരമായി അവതരിപ്പിച്ചിരിക്കുന്നു ഈ പ്രേമകഥ.